Hello everybody, welcome to Triplice official degree YouTube channel. Myself Vrinda Unni. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്ന് വളരെ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുമല്ലേ. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇതാ MG യൂണിവേഴ്സിറ്റി എന്ത് ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്? നമുക്കറിയാം +2 മാർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മെറിറ്റ് മാർക്ക്, അതായത് നിങ്ങളുടെ മെറിറ്റിനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ ഇതിന് വേണ്ടി എൻട്രൻസ് എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നേരത്തെ തന്നെ ക്യാമ്പസ് യൂണിവേഴ്സിറ്റി എക്സാംസ് തീർന്നിട്ടുണ്ട്. ക്യാമ്പസ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾ നേരത്തെ തന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് അത് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ എന്താണ്, +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് അഡ്മിഷൻസിന് വേണ്ടി, ഡിഗ്രിക്ക് അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. സോ 22-ന് നമ്മുടെ മെയ് 22-ന് MG യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട് അവരുടെ നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കാനും പറ്റും അഡ്മിഷൻസിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമും കൊടുക്കാൻ പറ്റും. സോ നിങ്ങൾ എല്ലാവരും ഇപ്പോഴേ കൊടുത്തു തുടങ്ങണം. എന്താ നമ്മുടെ അതായത് ഡെഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നത് ഈ മാസം അവസാനം വരെ എന്നാണ്. സോ അതിന് മുന്നേ നമ്മൾ കൊടുത്താൽ എന്താണ്, നമുക്ക് അത്രയും ഓക്കെ ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിന്ന് ഒരു ഡൗട്ടും ഇല്ല നമുക്ക് എന്താണ് ചെയ്യേണ്ടത്. +2 കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ BCom ആണ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ടാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. സോ MG യൂണിവേഴ്സിറ്റി ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങൾ MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോകണം. സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, കണ്ടോ, UGP ഓണേഴ്സ് CAP 2025 എന്ന് പറഞ്ഞൊരു കണ്ടോ, ഇങ്ങനെ മിസ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ആ സൈറ്റിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ചെയ്യുന്നതെന്ന് നമുക്കിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യം മെയ് 31 വരെ എന്ന് കണ്ടോ, സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടോ. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഇത് പറയുന്നുണ്ട്. അവസാന തീയതി എന്നാണ്, അവസാന രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 31 എന്ന് MG യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ പറയുന്നുണ്ട്. സോ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഡിഗ്രിക്ക് കൊടുക്കാനാണ് ആഗ്രഹമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഇവരുടെ വെബ്സൈറ്റിൻ്റെ ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ cap.mgu.ac.in, ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, എല്ലാ കുട്ടികളും കൊടുക്കുന്നത് മെറിറ്റ് സീറ്റും കമ്മ്യൂണിറ്റി സീറ്റും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുമാണ്. നമുക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് അറിയാമെങ്കിൽ നമ്മൾ കൂടുതൽ എന്തേ കൊടുക്കാവൂ, ഗവൺമെൻറ് കോളേജസും എയ്ഡഡ് കോളേജസും മാത്രമേ നമ്മുടെ പ്രിഫറൻസിൽ കൊടുക്കാവൂ. നിങ്ങൾക്ക് 20 കോളേജസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഗവൺമെൻറ് കോളേജസും എയ്ഡഡ് കോളേജസുമേ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ മാനേജ്മെൻറ്റ് കോളേജസ് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, അലോട്ട്മെൻറ്റ് വരുമ്പോൾ മാനേജ്മെൻറ്റ് കോളേജസിലായിരിക്കും, മാനേജ്മെൻറ്റ് സീറ്റിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാനുള്ള ചാൻസസ് കൂടുതൽ. സോ മാർക്ക് നിങ്ങൾക്ക് അത്രയും നന്നായിട്ടുണ്ടെങ്കിൽ എന്ത് മാത്രമേ ചെയ്യാവൂ, അത് കറക്റ്റ് പ്രോസസ്സ് നോക്കി കണ്ടും, അതായത് ഏതൊക്കെ കോളേജിലാണ്, ഓക്കെ BCom ഇന്ന ഗവൺമെൻറ് കോളേജസിലുണ്ട്, അതുപോലെ തന്നെ ഇന്ന എയ്ഡഡ് കോളേജസിലുണ്ടെങ്കിൽ അതിന് വേണം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ. സോ അത് കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മാനേജ്മെൻറ്റ് കോളേജസ് വെക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പ്രോസ്പെക്ടസ് എന്താ നോക്കാം. ഈ വർഷം യൂണിവേഴ്സിറ്റി എന്തൊക്കെ പ്രോസ്പെക്ടസ് ആണ് ഇറക്കിയേക്കുന്നത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് അത് എവിടെയാണ് കിട്ടുന്നത്, നമ്മൾ റിസോഴ്സസിൽ എടുത്താൽ മതി. റിസോഴ്സസിൽ പ്രോസ്പെക്ടസ് 2025 എന്ന് പറഞ്ഞ് കണ്ടോ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്താണെന്ന് വായിച്ച് നോക്കാം. എന്നാൽ മാത്രമേ ഇപ്പോൾ എന്താണ് MG യൂണിവേഴ്സിറ്റി എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന്, എന്തൊക്കെയാണ് ഈ വട്ടത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ അവൈലബിലിറ്റി ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് പ്രോസ്പെക്ട് 20-5 തൊട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് MG യൂണിവേഴ്സിറ്റി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് BCom ഓണേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമിൽ ഒന്ന് BCom ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളൊരു +2 പാസ്സായ ഒരു വിദ്യാർത്ഥിയോ ഒരു വിദ്യാർത്ഥിനിയോ ആയിരിക്കണം. സോ +2 അത് ഏത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ബോർഡ്സിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്താണ്, നിങ്ങൾ +2 പാസ്സായ ഒരു വ്യക്തി ആയിരിക്കണം. കണ്ടോ, അതിന് എന്താണ്, അഡ്മിഷൻ ടു ദ BCom ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഷാൽ ബി ഓപ്പൺ ടു ഓൺലി ടു കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് ദ +2 ഇക്വലന്റ് എക്സാമിനേഷൻ. അത് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന ഏതൊരു സ്റ്റേറ്റ് ബോഡിയിൽ നിന്നാവട്ടെ ഇല്ലെങ്കിൽ സെൻട്രൽ ബോർഡ്സിൽ നിന്നാവട്ടെ നിങ്ങൾ പാസ്സായിരിക്കണം, +2 പാസ്സായ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, BComന്. അതാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിപ്പം BCom ഓണേഴ്സിനാണെങ്കിലും BVOCനാണെങ്കിലും, ഇപ്പോൾ BCom ഹോണേഴ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത്, ഇല്ലെങ്കിൽ BVOC അപ്ലൈഡ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ആണ് എടുക്കുന്നത്. സോ ഈ പ്രോഗ്രാംസ് എടുക്കണമെങ്കിലും എന്താണ്, സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, +2 പാസ്സായ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം.
സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം എല്ലാ യൂണിവേഴ്സിറ്റിയും ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മെറിറ്റ് ലിസ്റ്റ് ഇടുന്നത്. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആവട്ടെ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആവട്ടെ, തേർഡ് അലോട്ട്മെൻറ്റ് ആവട്ടെ, ഏത് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഇല്ല അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പേര് വരണമെങ്കിൽ എന്താണ് കൂടുതൽ നോക്കുന്നത്? അതെ, ഇൻഡെക്സ് മാർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം ബി വോക്കിനാണെങ്കിലും ബി കോമിനാണെങ്കിലും നിങ്ങൾ കൊടുത്തു, എം ജി യൂണിവേഴ്സിറ്റി കൊടുത്തെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി അത് എങ്ങനെയാണ് നോക്കുന്നത്? അത് നോക്കുന്നത് ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ വാട്ട് ഈസ് ഇൻഡെക്സ് മാർക്ക്? ഇൻഡെക്സ് മാർക്ക് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ +2 മാർക്സ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. +2 നിങ്ങൾക്കിപ്പം 1200 ആവട്ടെ, 1000 മാർക്കട്ടെ, എന്തോ ആയിക്കോട്ടെ, എത്ര മാർക്കാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ ലെസ് ഹാൻഡിക്യാപ്പ് മാർക്ക്. ഹാൻഡിക്യാപ്പ് മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല +2 പാസ്സായത്, സപ്ലിമെൻ്ററി എക്സാം എഴുതിയാണ് പാസ്സായത്, അങ്ങനെയാണെങ്കിൽ അത് കുറയ്ക്കും ഹാൻഡിക്യാപ്പ് മാർക്ക്. അതിനെയാണ് ഹാൻഡിക്യാപ്പ് മാർക്ക് എന്ന് പറയുന്നത്. സോ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമായിട്ടില്ല. സോ ഹാൻഡിക്യാപ്പ് മാർക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല നിങ്ങൾ പാസ്സായത്. സോ നിങ്ങളൊരു അടുത്തൊരു അറ്റംപ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളൊരു ഈ പറയുന്ന തൊട്ട് തന്നെ സപ്ലിമെൻ്ററി എക്സാം എഴുതിയാണ് നിങ്ങൾ പാസ്സായതെങ്കിൽ എന്താണ്, അതിനാണ് ഹാൻഡിക്യാപ്പ് മാർക്ക് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യും? അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ +2 മാർക്സ് കിട്ടി, അതിൻ്റെ കൂടെ തന്നെ ഈ സപ്ലിമെൻ്ററി പോലത്തെ എക്സാം എഴുതിയാണ് മാർക്ക് വാങ്ങിയെങ്കിൽ, അടുത്ത അറ്റംപ്റ്റിലാണ് പാസ്സായതെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ കുറയും. സോ അതിനുശേഷം വെയിറ്റേജ് ഉണ്ട്, പ്ലസ് വെയിറ്റേജ്. അതായത് നിങ്ങൾ കൊമേഴ്സ് ആണ് എടുത്തതെങ്കിൽ കണ്ടോ, പാർട്ട് 3 നിങ്ങൾ +2 നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ കറസ്പോണ്ടൻസ്, കൊമേഴ്ഷ്യൽ ജോഗ്രഫി, അക്കൗണ്ടൻസി, ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ലൈഫ് ഇൻഷുറൻസ്, ഇതുപോലെ ഈ കൊടുത്തിരിക്കുന്ന കണ്ടോ, അത് ഓപ്ഷണൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ. ഈ സബ്ജക്ട്സ് എന്തെങ്കിലും ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ എന്താണ്, ഇതിലെ 3 സബ്ജക്ട്സ് എടുത്തുകൊണ്ട് അഗ്രിഗേറ്റ് ആയിട്ട് കണ്ടോ 150 മാർക്സ് കൊടുക്കും. സോ ഈ വെയിറ്റേജും കൂടെ ആഡ് ചെയ്ത് ഇനി ബോണസ് മാർക്ക്. എന്തായിരിക്കും ബോണസ് മാർക്ക്? സോ എന്തൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് മിസ് പറഞ്ഞത്? ഒന്ന് നിങ്ങളുടെ +2 മാർക്ക് ആഡ് ചെയ്യും. സോ അതിൻ്റെ കൂടെ തന്നെ മൈനസ് ചെയ്യുന്ന കുറയ്ക്കുന്നത് എന്താണ്? ഹാൻഡിക്യാപ്പ് മാർക്ക് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ പിന്നെ കൂട്ടുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന പാർട്ട് 3 ഓപ്ഷണൽ ആയിട്ടുള്ള ഈ എന്തെങ്കിലും 3 സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ കണ്ടോ, ഈ കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻസിൽ കൊടുത്തിരുന്ന എന്തെങ്കിലും 3 സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റേജ്, അതായത് 3 അതിലെ മെയിൻ 3 പേപ്പേഴ്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ നല്ല മാർക്കുള്ള 3 പേപ്പേഴ്സാണ് നിങ്ങളവിടെ കൊടുക്കാൻ. സോ നിങ്ങളിപ്പം കൊമേഴ്ഷ്യൽ ജോഗ്രഫി ഇല്ലെങ്കിൽ അക്കൗണ്ടൻസി, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി, എക്കണോമിക്സ് ഇതുപോലത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ 3 സബ്ജക്ട്സിൻ്റെ മാർക്ക് 50 ആയിട്ട് കൂട്ടുമ്പോൾ 3 സബ്ജക്ട്സിന് 150 മാർക്ക് അവിടെ ആഡ് ചെയ്യും. മാക്സിമം ആണ് ഈ 150 എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെയിറ്റേജും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ബോണസ് ആഡ് ചെയ്യും. ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ NCCയിൽ ചേർന്നു, ഓക്കെ, ഇപ്പോൾ അത് NCC ആവട്ടെ, NSS ആവട്ടെ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ NCCയിലും NSSലും നിങ്ങൾക്ക് B സർട്ടിഫിക്കറ്റ് ആണ് NCCയിൽ നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അഡീഷണൽ 15 പോയിൻറ്റ്സും കൂടെ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ ബോണസ് മാർക്ക് എന്ന് പറയുന്നത്. സോ NCC നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ 15 മാർക്ക് ഉറപ്പാണ്. B സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ 15, സോ 30 പോയിൻറ്റ്സ് അവിടെ തന്നെ വരുന്നുണ്ട്. സോ അതുകൂടാതെ നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആണെങ്കിൽ 15 മാർക്സ് വീണ്ടും വരുന്നുണ്ട്. ദെൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതിലുണ്ടെങ്കിൽ വീണ്ടും 15 മാർക്സ്. എക്സ് സർവീസ്മെൻ ചിൽഡ്രൻ ആവട്ടെ, എക്സ് സർവീസ്മെൻ ആവട്ടെ, വിഡോസ് ഓഫ് എക്സ് സർവീസ്മെൻ അവിടെ 15 മാർക്സ് ഉണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ബോണസ് എന്തായാലും നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെല്ലാം 15 മാർക്സ് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, സോ നിങ്ങൾ NCCയിൽ ഉണ്ടെങ്കിൽ അത് മാത്രമേ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അതല്ല നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡിലായിരുന്നെങ്കിൽ അങ്ങനെ. സോ ഓരോ പോയിന്റ് ഇത് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു 15 മാർക്സ് മാത്രമേ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ 15 മാർക്സും കൂടെ അവെയിൽ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ എന്താ പറയുന്നത്? എല്ലാ കുട്ടികളും ഒരു ആപ്ലിക്കേഷൻ ഫോം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് 1, 2, 3 ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു ആപ്ലിക്കേഷൻ ഫോം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. എക്സെപ്റ്റ് ഇവിടെ എക്സെപ്ഷൻ പറയുന്നുണ്ട്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കോട്ട, ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസ് കോട്ട, ലക്ഷദ്വീപ് കോട്ട ആൻഡ് കോട്ട ഫോർ മലയാളി സ്റ്റുഡൻസ് ഫ്രം ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഇവരെന്ത് ചെയ്യണം? ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം സൈറ്റിൽ. അതുപോലെ തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അവർക്ക് ചേരാൻ ആഗ്രഹം അവിടേക്കും ഇവരെന്ത് ചെയ്യണം? ഈ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സോ എല്ലാ UG പ്രോഗ്രാമിലേക്കും ഒറ്റ ആപ്ലിക്കേഷൻ ഫോം ജനറൽ ആയിട്ട് എല്ലാവരും അയച്ചാൽ മതി. എക്സെപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ എക്സെപ്ഷൻ കേസിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും അയക്കണം. കണ്ടോ, ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവരുടെ ഫോംസ് ഡയറക്റ്റ്ലി കണ്ടോ. ഓൾസോ സബ്മിറ്റ് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ഡയറക്ട്ലി ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺസേൺഡ്. അവർക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ചേർന്ന് പഠിക്കാൻ ആഗ്രഹം, ഏത് കോളേജിലാണോ അവിടേക്ക് എന്ത് ചെയ്യണം? അവർ സബ്മിറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവർ ആ എക്സെപ്ഷൻ മാത്രം. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർ ഒറ്റ ഫോം, അതായത് ഒറ്റ ആപ്ലിക്കേഷൻ മാത്രമേ സബ്മിറ്റ് ചെയ്യാവൂ. അതിൽ കൂടുതൽ സബ്മിറ്റ് ചെയ്താൽ ക്യാൻസലായി പോകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് എല്ലാ കാൻഡിഡേറ്റ്സിനും എക്സെപ്റ്റ് SC and ST സ്റ്റുഡൻസിന്, ഓൾ സ്റ്റുഡൻസിന് എത്രയാണ്?
800 റുപ്പീസാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ. ഇനിയും ഫോർ SC/ST കാൻഡിഡേറ്റ്സിന് എത്രയാണ്? 400 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. സ്റ്റെപ്സ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നെന്ന് പറയുന്നത് മിസ് ആദ്യമേ പറഞ്ഞായിരുന്നു, ഏത് വെബ്സൈറ്റാണ്? cap.mgu.ac.in. അതിലേക്ക് പോയാൽ മതി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നത്. സോ അവിടെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. സോ അതിനുശേഷം എപ്പോഴും മറന്നു പോകാതെ ഒരു പാസ്വേഡ് എപ്പോഴും വേണം. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് മറന്നു പോകരുത്. ഒരു ഫോൺ നമ്പർ ആവട്ടെ, ഇമെയിൽ ID ആവട്ടെ, ഇതൊക്കെ വളരെ കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ഡേറ്റ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും മാറ്റാൻ പറ്റില്ല. അത് വളരെ വളരെ കെയർഫുൾ ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. സോ പാസ്വേഡ് ആണെങ്കിലും ആ പാസ്വേഡ് മറന്നു പോകാതിരിക്കുക. ഓക്കെ. അതിനുശേഷം fill the application form with personal details, academic eligibility and other options correctly. അതിനുശേഷം പേ നൗ കൊടുത്തിട്ട് എത്രയാണോ ഫീസ് ഉള്ളത് അത് പേ ചെയ്യുക. സോ ഇതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഫൈനൽ സബ്മിഷൻ ബട്ടൺ. അതായത് എല്ലാം ശരിയാണെന്നും പറഞ്ഞ് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ. ഒരു ഫർദർ മോഡിഫിക്കേഷനും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ഡേറ്റ് പോകുന്നത്. സോ വളരെ സൂക്ഷിച്ച് തെറ്റ് വരാതെ കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ MG യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കാണ്. എന്ത് പറ്റും? നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ തന്നെ അഡ്മിഷൻ കിട്ടും. സോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എല്ലാ പ്രോസസ്സും കറക്റ്റായിട്ട് ചെയ്ത് തെറ്റൊന്നും വരാതെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല ഏത് കോളേജിലാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. ഓക്കെ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. Okay, bye.